പുതിയ മന്ത്രിസഭയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ തുഫാൻ ലഹരി വിരുദ്ധ സംഭവത്തിൽ ആദ്യം കുടുങ്ങിയത് IT-കാരനാണ്. അത് വളരെ രസകരമായിരിക്കുന്നു അയാളുടെ ജീവിത രീതി. IT-യിൽ ഏകദേശം 1.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന വിശാൽ എന്ന ഹരിയാനക്കാരനാണ് ശ്രീകാര്യം പോലീസിൻ്റെ വലയിൽ കുടുങ്ങിയത്. ഇയാളെ മുറിക്കുള്ളിൽ ജനലിനോട് ചേർന്ന് അത് രാസപദാർത്ഥങ്ങളൊന്നും ചേർക്കാത്ത ജൈവവളം ചേർത്ത വളർത്തിയ 70ഓളം കഞ്ചാവ് ചെടികൾ പോലീസ് പിടിച്ചെടുത്തു. ആ കഞ്ചാവ് ചെടിയിൽ വളർന്നു വരുന്ന ആ ഇലകൾ ഉപയോഗിച്ച് ഇയാൾ ചമ്മന്തി അരച്ച് കഴിക്കും. അതോടൊപ്പം ആ തളിരിലകൾ അത് ഞെരടി പാലിലിട്ട് കുടിക്കുകയും ചെയ്യും. സ്വന്തം ആവശ്യത്തിനാണ്, ഇത് വിൽക്കാനല്ല. 70ഓളം ചെടികളാണ് ആ ഫ്ലാറ്റിലെ ജനലിൻ്റെ അടുത്ത് ഇയാൾ വളർത്തിക്കൊണ്ടിരുന്നത്. ഇത് വളർത്താൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്കറിയാം, വീടുകളിലൊക്കെ അലങ്കാര ചെടികളൊക്കെ വെക്കുന്ന പുതിയ പോർസിലെയിൻ ചട്ടികളും അതുപോലെയുള്ള ചില കൂടുകളുമൊക്കെ നമുക്ക് ലഭിക്കും. അത് അലങ്കാര വസ്തു അതിൻ്റെ അടുത്ത് കെട്ടി സൂക്ഷിക്കുന്ന പതിവ് നമുക്കെല്ലാവർക്കും ഉണ്ട്. പല വീടുകളിൽ അത് കാണുന്നുണ്ട്. അപ്പോൾ ആ രീതി വളർത്തുന്നതായതുകൊണ്ട് ആരും ശ്രദ്ധിക്കപ്പെടില്ല എന്നാണ് അയാൾ കരുതിയത്. ജനലിനടുത്ത് 70ഓളം ചെടികൾ ഇതുപോലെ വെച്ചിട്ടുണ്ട്. വീടിനകത്ത് പല സ്ഥലത്തും ചില പാത്രങ്ങൾ, അങ്ങനെയുള്ള ചില കുപ്പിക്കകത്ത് അതിലുമൊക്കെ ഇയാൾ ഈ കഞ്ചാവ് ചെടി വളർത്തുന്നുണ്ട്. അതിൻ്റെ ഇളം ആ ഇലകൾ അരച്ച് ചമ്മന്തിയായിട്ട് ദോശയുടെ കൂടെയോ അല്ലെങ്കിൽ അതുപോലെ രാവിലെ വാങ്ങിക്കുന്ന അല്ല ഉണ്ടാക്കുന്ന അപ്പത്തിൻ്റെ കൂടെയൊക്കെ ചേർത്തരച്ച് ചമ്മന്തിയായിട്ട് കഴിക്കുന്നതെന്നാണ് ഇയാൾ സമ്മതിച്ചത്. അതോടൊപ്പം തന്നെ ഇയാൾ പറഞ്ഞത് പാലിനകത്തും ഇത് രുചികരമാണ്. പക്ഷേ ഇതിൻ്റെ ദൂഷ്യങ്ങളെപ്പറ്റി അയാൾക്ക് വലിയ വിവരങ്ങളൊന്നുമില്ല. കഞ്ചാവ് ചെടിയുടെ ദൂഷ്യങ്ങൾ മാനസിക നില തെറ്റുകയും, നമുക്കറിയാം വളരെയധികം കഞ്ചാവ് അടിക്കുന്ന ആൾക്കാർ അവരെല്ലാം വയലൻ്റായി ജീവിക്കുന്നതും കൊലപാതകം ചെയ്യുന്നതും ഒക്കെ നമുക്കറിയാം. ഇയാൾക്ക് IT-യിൽ നല്ല വരുമാനം ഉണ്ടായിട്ടും ഇയാൾ കഴിക്കുന്ന സാധനം കഞ്ചാവ് ചേർത്ത് കഴിക്കുന്നത് അത് വേറൊരു നിലവാരത്തിലേക്ക് പോകുമെന്ന് അയാൾ മനസ്സിലാക്കിയിട്ടില്ല. 26 വയസ്സേ ഉള്ളൂ ആ പയ്യന്. എന്തായാലും പോലീസിൻ്റെ അടുത്ത് അയാൾ തുറന്നു പറഞ്ഞു, ഇത് മറ്റാർക്കും വേണ്ടി കൊടുക്കാൻ, എൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ കഞ്ചാവ് ചെടി വളർത്തുന്നതെന്നാണ് പറഞ്ഞത്. ഏതായാലും തുഫാന് കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച ശേഷം ആഭ്യന്തരമന്ത്രിയുടെ ആ ആദ്യത്തെ കാൽവെൽപ്പ് തന്നെ കൊള്ളാം. അത് കഞ്ചാവ് ചെടിക്കെതിരായിട്ടും, അത് നമ്മളറിയാം, വിദേശത്ത് വരുന്ന കഞ്ചാവുകളുണ്ട്, നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന കഞ്ചാവുകളുണ്ട്, അതൊക്കെ കേരളത്തിലേക്ക് കടത്തിക്കൊണ്ട് വരികയാണ്. അപ്പോൾ അത് പോലീസ് പിടിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നല്ല കഞ്ചാവ്, അത് അധികം രാസവളങ്ങൾ ചേർക്കാത്ത ജൈവവളങ്ങൾ ചേർത്ത് നമ്മുടെ വീട്ടിനകത്ത് ഉണ്ടാക്കാം എന്നാണ് ഇയാൾ പറയുന്നത്. അത് ഫ്ലാറ്റിലായ വളരെ സൗകര്യം, അതിനകത്ത് വെയിലടിക്കുന്ന ആ വിൻഡോയുടെ അവിടെ ഇത് വെച്ചാൽ മതി. അപ്പോൾ ഇത് മറ്റൊരാൾക്ക് ഇത് പ്രേരണയാകാൻ പാടില്ല, കാരണം പിടിക്കപ്പെടും, ഇത് വളരെ ദൂഷ്യം ചെയ്യും. ഡയറക്റ്റായിട്ട് ഇത് നമ്മുടെ ഡൈജസ്റ്റീവ് കനാലിലേക്ക് കയറി പോവുകയാണ് ഈ കഞ്ചാവ് ഇലകളും കഞ്ചാവിൻ്റെ തണ്ടുകളും ഒക്കെ. അത് നമ്മൾ വലിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഡയറക്റ്റായിട്ട് ബോഡിക്കകത്ത് എല്ലാ ഭാഗത്തും എത്തും. മറ്റേതൊക്കെ നമുക്കറിയാം, ശ്വാസകോശത്തിലും അവിടെ ഇവിടെയൊക്കെ അതിൻ്റെ സ്മോക്ക് എത്തി അങ്ങനെ കണ്ണിനും ചെവിക്കുമൊക്കെ പ്രശ്നം ഉണ്ടാവും. മറ്റേത് അങ്ങനെയല്ല, ഇൻഡസ്ട്രിയൽ കനാലിലോട്ട് നേരിട്ട് ചമ്മന്തിയായിട്ട് ഈ അരച്ചങ്ങ് ശരീരത്തിൽ ഭക്ഷണം പോലെ കഴിക്കുകയാണ്. പെട്ടെന്ന് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും അത് സർക്കുലേറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് ഈ രീതിയിൽ പ്രവർത്തിക്കൊന്നും ആരും ഇനി പോകരുത്. ഇത് രഹസ്യമായിട്ട് IT-കാരന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല, 1.5 ലക്ഷം രൂപ ശമ്പളമുള്ള ആളാണ്. ഏതായാലും തുഫാൻ്റെ പ്രവർത്തനം ഡിക്ലെയർ ചെയ്ത ആഭ്യന്തരമന്ത്രിക്ക് അഭിനന്ദനം. ഈ രീതിയിലുള്ള ആൾക്കാരുടെ ജീവിത രീതികൾ പലതും ഇപ്പോഴേക്ക് വെളിയിൽ വരുന്നത് നമുക്ക് കാണാം. എന്തായാലും പോലീസും കസ്റ്റംസും ഈ ലഹരി മുക്തമായ ഒരു കേരളത്തെ സൃഷ്ടിച്ചെടുക്കാൻ തയ്യാറാകണം. അതൊന്നും പ്രായോഗികമായിട്ട് നടക്കില്ല എന്നറിയാമെങ്കിലും
ഒരു 50% കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ, ചെറുപ്പക്കാരുടെ, ജെൻസിയുടെ വയലൻസ് ചിന്താഗതിയും വയലൻസ് ആക്ഷനും വയലൻസ് സംസാരമൊക്കെ കുറഞ്ഞ് ഒരു സാമാന്യ ഗണത്തിൽ ജീവിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്.